പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരവസാനം കാണാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ നിന്നുള്ള അവസാനത്തെ ഏടായിട്ട് നമുക്ക് ഇറാൻ UAE കാരണമില്ലാതെ ആക്രമിച്ചുവെന്നും അതിന്റെ ഭാഗമായിട്ട് UAE അവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചതുമായിട്ടുള്ള വാർത്തകൾ. ഇത് ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം മാത്രമല്ല, കൂടാതെ മറ്റ് പല കരാറുകളിലേക്കും എത്തിച്ചേരുന്നതിന്റെ ഭാഗമായിട്ട് അമേരിക്കയും പലസ്തീനും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാർ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പലസ്തീനിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സിറിയയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ആക്രമണം നടത്തി. ഇറാൻ തന്നെ ജോർഡാനിൽ അമേരിക്കയുടെ ബേസുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവസാനം കിട്ടുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഹോർമൂസ് കടലിലൂടെ കടന്നു പോകുന്ന ചില കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. ഹുതികൾ സൗദി അറേബ്യയുടെ എണ്ണക്കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എത്തിച്ചേർന്ന ധാരണയുടെ ദിവസം കഴിഞ്ഞുവെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച ആ ധാരണ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം ഒരു രീതിയിലുള്ള ചർച്ചകളും ഇരു കക്ഷികളും തമ്മിൽ നടത്തുന്നതിനായിട്ടുള്ള സൂചനകളോ അതിന്റെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നതായിട്ടുള്ള സൂചനകളോ നിലവിൽ വരുന്നില്ല. അതിനിടയ്ക്ക് ട്രംപ് പ്രഖ്യാപിച്ചത് ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ സ്വത്താണെന്നും അതിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു രീതിയിലുള്ള കരാറിനും തയ്യാറല്ല എന്നുള്ള വാർത്തകളും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥിരത, അല്ലെങ്കിൽ ഒരു ലോകക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സമാധാനം, ഇതെല്ലാം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നുള്ളൊരു ചിത്രമാണ്. ഇതിനു മുമ്പ് ചർച്ചകൾക്ക് മുൻപിട്ട് ഇറങ്ങിയിരുന്ന പാകിസ്ഥാനോ മറ്റ് കക്ഷികളോ ഒന്നും തന്നെ ഇപ്പോൾ ഒരു രീതിയിലുള്ള പ്രസ്താവനകളും നടത്തിയിട്ടില്ല. അതായത് പശ്ചിമേഷ്യയിൽ എപ്രകാരമാണോ ഒരു സ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും ഒക്കെ ഉണ്ടായിരുന്നത് യുദ്ധത്തിന് മുമ്പ്, അത് പൂർണ്ണമായി ഇല്ലാതാകുകയും രാജ്യങ്ങൾ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും അതിന് ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവസാനമോ ഉണ്ടാക്കുവാൻ കഴിയാത്ത രീതിയിലാണ് നിലവിലെ സാഹചര്യം എന്ന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഇനി ഒരു രീതിയിലുള്ള ചർച്ചയും ഇറാനുമായി ഇല്ല എന്ന് ട്രംപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇറാനും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും പ്രത്യേകിച്ചും ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ കൊടുത്തുകൊണ്ടൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ മേൽ ഇറാൻ ഇടയ്ക്കിടെ അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതായത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ മേധാവിത്വത്തെ തങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നും തങ്ങളുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ളവർക്കോ മറ്റുള്ളവർക്കോ സമാധാനം ഉണ്ടാകില്ലെന്നും, മാത്രവുമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചാലും ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ വ്യാപാരം സാധ്യമല്ല എന്നും പരസ്പരം പോർ വിളിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും നിലവിലുള്ള ഉപരോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇത് ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മറ്റൊരു നിരീക്ഷണം ഇതിനിടയ്ക്ക് വന്നിട്ടുള്ളത്, ഇരുകൂട്ടരും സാമ്പത്തികമായി എതിരാളിയെ ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ അതിലൂടെ തങ്ങൾക്ക് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. ഇരുകൂട്ടരും തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക വിരോധം ശക്തിപ്പെടുത്തുകയും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആണ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അവിടെ സമാധാനമുണ്ടാകുമെന്ന് ഉറപ്പില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം ഇറാൻ ചില രാജ്യങ്ങളെയെങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതും ഹോർമൂസ് കടലിടുക്കിലൂടെയും മറ്റേ ചെങ്കടലിലൂടെയൊക്കെ പോകുന്ന സൗദി അറേബ്യയുടെ എണ്ണക്കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്നത്. അപ്പം ചുരുക്കത്തിൽ പശ്ചിമേഷ്യയുടെ ഗതി ഇനി എന്താണ്? അതൊരു സംഘർഷപൂരിതമായ പ്രദേശമായി എത്ര കാലം തുടരും? ഇതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ എങ്ങനെ ബാധിക്കും? ഇതിനൊരു പരിഹാരമില്ലേ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ആ പ്രദേശം സംഘർഷപൂരിതമായിരിക്കുന്നു. അവിടെ സമാധാനക്കെടുതിയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കഴിയുക. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. നമുക്കറിയാം ഇനിയുള്ള കാര്യങ്ങൾ അത്രത്തോളം പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഹോർമോസ് പറഞ്ഞതുപോലെ തന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ നമ്മൾ വിചാരിക്കുന്നതിലും അത്രത്തോളം വലിയ സാമ്പത്തിക പ്രഹരമായിരിക്കും ഇനി ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ഇറാന് കടുത്ത സാമ്പത്തിക പ്രഹരം നൽകാൻ തന്നെയാണ് UAE തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇറാനുമായുള്ള എല്ലാ കച്ചവട ഇടപാടുകളും നിർത്തിവെക്കുന്നതായും UAE പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ശരിക്കും പറഞ്ഞാൽ അയൽരാജ്യങ്ങൾ അകലുന്നത് ഇറാന് തിരിച്ചടിയാകത്തില്ലേ? അതുപോലെ തന്നെ ഇവരുമായി പഴയ സഹകരണം ഇല്ലെങ്കിൽ വ്യാപാരം തുടർന്ന് എങ്ങനെ പോകുമെന്നുള്ളൊരു ആശങ്ക എല്ലാവരുടെ ഇടയിലുമുണ്ട്. പുതിയ സാഹചര്യത്തിൽ വ്യാപാരം നിലയ്ക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ഞെരുക്കം ഇരട്ടിയാക്കില്ലേ? പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ ഇനി എന്താകും? ഇത് കേവലം ഒരു സാമ്പത്തിക ഞെരുക്കത്തിന്റെ പ്രശ്നമായി മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇറാൻ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. എത്രയോ കാലമായി അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് വിധേയമായി കഴിയുന്നു. മാത്രവുമല്ല, ഹോർമൂസ് കടലിടുക്കിൽ ഇത്തരത്തിലുള്ള നിരോധനം നിലനിൽക്കുന്നതിനാൽ ഇറാന്റെ പോർട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ കടത്തിവിടുന്നതിനും നിബന്ധനകളും പരിമിതികളും ഏറെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായിട്ടും അയൽപക്ക രാജ്യങ്ങളെ ആക്രമിക്കുന്നതും അവരുമായിട്ടുള്ള വ്യാപാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ഉപരോധത്തിലൂടെ അല്ലെങ്കിൽ പ്രഹരത്തിലൂടെ, സമീപ രാജ്യങ്ങളെ പ്രഹരിക്കുന്നതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് ആക്കം കൂടും. അപ്പോൾ ഇറാൻ ഏതായാലും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് ആ സാമ്പത്തിക പ്രതിസന്ധി ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കും. കാരണം അമേരിക്ക കാരണമാണ് ഇത്തരത്തിലുള്ള ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ ക്ഷീണം വന്നിരിക്കുന്നതെന്ന് അവർക്ക് വരുത്തി തീർക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇറാൻ വലിയ പട്ടിണിയിലും അതുപോലെ ബുദ്ധിമുട്ടിലുമാണെങ്കിലും അത് ലോകത്താകമാനം വ്യാപിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകൂ എന്നുള്ളൊരു സന്ദേശം നൽകുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇറാൻ ഇങ്ങനെ അയൽപക്ക രാജ്യങ്ങളെ കച്ചവടത്തിനും വ്യാപാരത്തിനും തടസ്സം സൃഷ്ടിക്കുമെങ്കിൽ കൂടി ആക്രമിക്കുന്നതും അയൽപക്ക രാജ്യങ്ങൾ അത്തരത്തിലുള്ള നിലപാട് എടുക്കേണ്ടി വരുന്നതും. അതോടൊപ്പം തന്നെ അതിന്റെ ഭൗമരാഷ്ട്രീയമായ മാനങ്ങളുമുണ്ട്. ഭൗമരാഷ്ട്രീയ മാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏടായി നമുക്ക് കാണാവുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഇനി ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും സുരക്ഷിതരല്ല. അതുകൊണ്ട് അമേരിക്കയുടെ സഖ്യകക്ഷികൾ അമേരിക്കയുടെ സുരക്ഷാ വലയത്തിന് കീഴിൽ നിന്ന് മാറി സ്വതന്ത്രമായി ചിന്തിക്കണമെന്നും പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുഗം പിറക്കുകയാണ്. അവിടെ ഇറാന് കൂടി സാന്നിധ്യമുള്ള, ഇറാന്റെ കൂടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, കേവലം അമേരിക്കയുടെ ഇസ്രായേലിന്റെയോ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരിടമല്ല, മറിച്ച് ഇറാന്റെ ശബ്ദത്തിനും വില കൊടുക്കേണ്ടി വരും എന്നൊരു സന്ദേശം കൊടുക്കുവാനാണ് ഇറാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതുവാൻ. കാരണം അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരിക്കില്ല ഇനി പശ്ചിമേഷ്യയിലെ ക്രമം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഇറാൻ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഇറാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. പക്ഷെ അതിന്റെ ആഘാതം ലോകത്താകമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ മേധാവിത്വത്തിന്റെ യുഗത്തിന് വലിയ തകർച്ച നേരിട്ടുന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കാം ഇറാൻ ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് തയ്യാറാകുന്നത്. തങ്ങൾ എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് എന്നതുകൊണ്ട് മറ്റുള്ളവർ ആ ബുദ്ധിമുട്ടിന്റെ ആഴം അറിയണം, അതിന് അമേരിക്കയാണ് ഉത്തരവാദി എന്നുള്ളൊരു സന്ദേശം ലോകത്തമാകാണ്. അപ്പൊ സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ ഇതുവഴി കൊടുക്കുന്നത്, അവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണെങ്കിൽ കൂടി. തീർച്ചയായും ഒരു കാര്യം കൂടെ, അതായത് ഇത്തരത്തിലുള്ള ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്കറിയാം പ്രവാസികൾക്കിടയിൽ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്, സാമ്പത്തിക ഞെരുക്കവുമുണ്ട്. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഈ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ, അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികൾക്കിടയിൽ തന്നെ പ്രവാസികൾ ജീവിക്കുമ്പോൾ ഇനി അവരുടെയുള്ള മുന്നോട്ടുള്ള യാത്ര അത് എത്രത്തോളം സുഗമമായിരിക്കും? പ്രവാസികൾ നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ ലക്ഷം ജനങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർ വന്നവർക്ക് ചിലർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. ചിലരുടെ തൊഴിൽ ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ദുബായ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള, ഏത് സമയത്തും ആൾക്കാർ വന്നു പോകുന്ന വലിയ ഒരു ഇക്കണോമിക് സെന്റർ ആയിരുന്നു, ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു. അതുപോലെയാണ് ഗൾഫിലെ മറ്റു രാജ്യങ്ങളെല്ലാം. ആ ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു പശ്ചിമേഷ്യയ്ക്ക്. അതുകൊണ്ട് ഇനി പശ്ചിമേഷ്യയ്ക്ക് എത്രമാത്രം സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയും സാമ്പത്തിക മേഖലയിൽ എന്നുള്ളൊരു വലിയ ചോദ്യം ഉയർത്തുവാനായിട്ട് ഈ സാഹചര്യത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എത്രമാത്രം സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലൊക്കേഷനാണ് വെസ്റ്റ് ഏഷ്യ, ദുബായ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സെന്ററുകൾ എന്നുള്ള ചോദ്യം പ്രവാസികളുമായുടെ തൊഴിലവസരങ്ങളും ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിച്ചിട്ടുള്ളത് ഇന്ത്യയാണല്ലോ. നമ്മുടെ എണ്ണവിലയും അതിന്റെ ഭാഗമായി കേരളത്തിലെയും ഇന്ത്യയിലെയുമുള്ള എല്ലാ സാധന സാമഗ്രികളുടെയും വില ക്രമാതീതമായി വർദ്ധിച്ചതും അത് ഇപ്പോൾ തുടരുന്നതും അത് ഇനിയും ഉയർന്നു പോകാനാണ് സാധ്യത എന്നുള്ള സൂചനകളൊക്കെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെയുള്ള എല്ലാ സാമ്പത്തിക സൂചികകളും വെസ്റ്റ് ഏഷ്യയിലെ അനിശ്ചിതത്വത്തിന്റെ ഭാഗമായി താഴോട്ട്
അല്ലെങ്കിൽ വിലക്കയറ്റം ഉയർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ബാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടില്ല. പഴയ തൊഴിലവസരങ്ങൾ പോലും നമുക്ക് സംരക്ഷിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പ്രവാസികൾക്ക്, നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാം, പുതിയതായിട്ടുള്ള ജോലി അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടില്ല. അവിടെ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റിരിക്കുന്ന ആഘാതം ഒന്നുകൂടി വലുതാകാനാണ് സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.